ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് വന്നിട്ട് സൺഡേ ആണ്, ഒരു സൺഡേ ഔട്ടിംഗ് വ്ളോഗാണ്. 4-5 ദിവസത്തിൽ നമ്മുടെ ഓണം ആവാനായി. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടി പോകാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഓൾറെഡി സമയം വന്നിട്ട് 5 മണിയൊക്കെ കഴിഞ്ഞു അല്ലേ. നമ്മൾ കുറച്ച് ലേറ്റ് ആയി, രാവിലെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ സഹായിക്കാൻ വരുന്ന ചേച്ചി കുറച്ച് അപ്പോഴേ പോയതേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിൽ കുറച്ച് ബിസി ആയിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് മൈസൂരിലുള്ള ഫോറം മോളിലേക്കാണ്. അപ്പൊ അവിടെ കുറച്ച് പെർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ ഒരു ഇതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. സോ വെൽക്കം ടു ദിസ് വ്ളോഗ് ഗൈസ്. അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ വളരെ നേരത്തെ 5:45 കേട്ടോ നമ്മൾ മോളെത്തി. അതും ഇതും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ടായിരുന്നു. നമ്മ നോക്കൂ, ഞാനും അമ്മയും ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ നമ്മുടെ ഓണത്തിനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഫോറം മോളിലുള്ള ലോയൽ വേൾഡ് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഇവരാണ് നമ്മുടെ താരങ്ങൾ. ഇവരെ വാങ്ങാനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. ശർക്കര ഉപ്പേരി, 4 വട്ട് ചിപ്സും. മൈസൂരിൽ മലയാളി സൂപ്പർ മാർക്കറ്റ്സിൽ മാത്രമേ ഇങ്ങനത്തെ ഐറ്റംസ് കിട്ടുള്ളൂ. ലോയൽ വേൾഡിന്റെ വേറെ ബ്രാഞ്ച് വോണ്ടിക്കൊപ്പലുണ്ട് കേട്ടോ. അത് നമ്മുടെ വീട്ടിന്റെ കുറച്ച് അടുത്താണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം മോളിൽ വന്നൊന്ന് കറങ്ങിയടിച്ച് പോവാന്ന്. അങ്ങനെയാണ് നമ്മൾ മെയിൻ ഫോറം മോളിലുള്ള ലോയൽ വേൾഡിൽ വന്നത്. പിന്നെ നമ്മൾ ഡബിൾ ഹോസിന്റെ പാലട പായസം മിക്സ് എടുത്തു. എല്ലാ കൊല്ലവും അമ്മ ഡബിൾ ഹോസ് ആണ് വാങ്ങാറ്. ഈസ്റ്റേണും വേറെ ഏതൊക്കെയോ കമ്പനികൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പുള്ളിക്കാരിക്ക് അങ്ങ് ദഹിച്ചില്ല. ഡബിൾ ഹോസ് തന്നെയാണ് എടുത്തത്. അങ്ങനെ നടന്ന് വന്നപ്പം വെജ് ഹക്ക നൂഡിൽസ് കണ്ടു. അത് എന്റെയും പാപ്പുവിന്റെയും ഫേവറേറ്റ് ആണ്. അതിന് ബൈ 1 get 1 ഓഫ് ഉണ്ടായിരുന്നു. അപ്പൊ അത് 2 പാക്കറ്റ് എടുത്തു. പിന്നെ അമ്മയ്ക്ക് കറുത്ത ഏലക്കായ വേണമായിരുന്നു. അത് ബിരിയാണിയിലൊക്കെ ഇടാനാണ്. കന്നഡയിൽ കപ്പു ഏലക്കി എന്നാണ് പറയുക. അപ്പൊ അതൊരു കുഞ്ഞു പാക്കറ്റ് എടുത്തു. പിന്നെ ഒരു പാക്കറ്റ് കോൺഫ്ലോറും എടുത്തു. നമ്മൾ ഇങ്ങനെ നടന്നപ്പം പാപ്പു നമ്മുടെ കൂടെ ജോയിൻ ആയിട്ടോ. അവൻ രാവിലെ ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അപ്പൊ തിരിച്ചു വരുന്ന വഴി നമ്മൾ എവിടെയാണ് ചോദിച്ചപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു കമ്പനിക്ക് അവനും ജോയിൻ ആയി. പിന്നെ അമ്മ ഷാജി പപ്പടം എടുത്തു. അത് അമ്മൂമ്മയുടെ ഫേവറേറ്റ് ആണ്. വേറെ ഏത് പപ്പടം ഇഷ്ടമല്ല, പക്ഷെ കഴിക്കും കേട്ടോ. നമ്മൾ ആദ്യം ഒരു നൂഡിൽസ് എടുത്തല്ലോ, അത് മാറ്റി വെച്ച് വേറൊരു കമ്പനിയുടെ എടുത്തു. ഇതും ബൈ 1 get 1 ആയിരുന്നു. അങ്ങനെ നമ്മൾ അല്ലറ ചില്ലറ സാധന സാമഗ്രികളൊക്കെ വാങ്ങി നടന്നു വരുമ്പോൾ ഇവിടുത്തെ ബേക്കറി നമ്മളെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. വേണ്ട എന്ന് വിചാരിച്ചെങ്കിലും അവസാനം കൺട്രോൾ പോയി. എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ എപ്പോഴും കുറെ വെറൈറ്റീസ് ഓഫ് സ്നാക്സ് ആൻഡ് സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. ഡൊനറ്റ്സ്, കേക്ക്സ്, പേസ്ട്രീസ്, സ്വീറ്റ്സ്. നമ്മൾ ഈ കാണുന്ന ചോക്കോ എക്ലേറ വാങ്ങിയത്. ഒന്ന് വാങ്ങിയിട്ട് 3 ഡിവൈഡ് ചെയ്തിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. പണ്ട് ഇവിടെ വരുമ്പോൾ കുറെ മലയാളി സ്റ്റാഫ്സ് ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം മെജോറിറ്റി കന്നഡ ആൻഡ് ഹിന്ദിക്കാരൻ ചേട്ടന്മാരായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ചോക്കോ എക്ലെയർ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ലുക്ക് വൈസ് അടിപൊളിയാണ്. ടേസ്റ്റ് വൈസ് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. വായിലിടുമ്പോഴേക്ക് അലിഞ്ഞു പോകുന്നു. ഞാനാണെങ്കിൽ ഇത് കിട്ടിയ ഉടനെ ഷോർട്സിനും യൂട്യൂബ് വീഡിയോയിനും വേണ്ടി കുറച്ച് ക്ലിപ്സ് എടുക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് പാപ്പു തിന്ന് തീർന്നത് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ചോദിച്ചു, എന്റെ ദാനവായാണോ? സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തിന്ന് തീർക്കണം എന്നുള്ളതാണ് അവന്റെ പോളിസി. പിന്നെ സംസാരമൊന്നും ഇല്ല കേട്ടോ. എനിക്കും അമ്മയ്ക്കും ആകെ 2 കുഞ്ഞു പീസാണ് കിട്ടിയത്. പക്ഷെ ടോട്ടലി വേർത്ത് പെന്നി എന്ന് പറയാം. ഇതിന് 90 റുപ്പീസാണ് വരുന്നത്. പക്ഷെ ഭയങ്കര സൂതിങ് ടേസ്റ്റ് ആണ് കേട്ടോ. ചോക്ലേറ്റ്സും നട്ട്സ് ഒക്കെ ആയിട്ട്. അങ്ങനെ അവസാനമുള്ള ചോക്ലേറ്റ് വടിച്ചു നക്കി. എനിക്ക് വയറ് നിറയാത്ത കാരണം എന്തെങ്കിലും ഒരു സ്നാക്ക് കൂടെ വാങ്ങാന്ന് വിചാരിച്ചതാ. ഈ പനീർ ടിക്ക പ്ലേറ്റിന് ഓർഡർ കൊടുത്തു കേട്ടോ. അപ്പൊ തന്നെ പാപ്പു പറഞ്ഞു, എനിക്ക് വേണമെന്നില്ല, എന്റെ വയറ് ഓൾമോസ്റ്റ് ഫിൽഡ് ആണ്, ഒരു കുഞ്ഞു പീസ് ടേസ്റ്റ് നോക്കാൻ മതിയെന്ന്. എനിക്കാണെങ്കിൽ എന്റെ മനസ്സിൽ ആശ്വാസം, ഇവന് വേണ്ടല്ലോ എന്നായിരുന്നു. പക്ഷെ അതല്ല സംഭവിച്ചു. സാധനം കയ്യിൽ കിട്ടിയ ഉടനെ ഏറ്റവും വലിയ പീസ് തന്നെ അവൻ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. ഞങ്ങൾ എന്നെ ഞെട്ടിപ്പോയിട്ടോ. ഞങ്ങൾ ചോദിച്ചു, കുറച്ച് മുന്നേ നീ എന്താണ് പറഞ്ഞത്, ഇപ്പൊ പ്രവർത്തിച്ചത് എന്താന്ന്? അപ്പൊ അവൻ പറയുന്നു, ഞാൻ അങ്ങനെ പലതും പറയും, നിങ്ങളത് വിശ്വസിക്കേണ്ട കാര്യമില്ലാന്ന്. അതാണ് അവന്റെ അവസ്ഥ. പിന്നെ കിട്ടിയത് ലാഭം പടച്ചവനെ എന്നുള്ള രീതി കിട്ടിയ പീസ് കഴിച്ചു ഞാനും അമ്മി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെക്കാട്ടിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആ ചോക്കോ എക്ലെയർ ഡെസേർട്ട് ആയിരുന്നു കേട്ടോ. പാപ്പു എന്നെ ഇങ്ങനെ കളിയൊക്കെയായിരുന്നു, അവളുടെ ഒരു വീഡിയോയും അവളെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളൊന്ന് മൈൻഡ് ചെയ്യരുതല്ലോ. ഞാനൊന്ന് മൈൻഡ് ചെയ്യേണ്ട വീഡിയോ എടുക്കൽ തുടർന്നു കേട്ടോ. നമ്മളവിടെ മാംഗോസ്റ്റീൻ ഫ്രൂട്ട് കണ്ടു. നമ്മൾ സൗദിയിൽ സ്ഥിരം കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. വെളുത്തുള്ളിയുടെ ഷേപ്പില് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതൊരു 1/2 കിലോ എടുക്കാന്ന് വിചാരിച്ച് 4 എടുക്കുമ്പോഴേക്കും 1/2 കിലോ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ റേറ്റ് നോക്കിയപ്പോൾ 300 സംതിങ്. അങ്ങനെ അത് വേണ്ടാന്ന് വെച്ച് അവരുടെ തന്നെ നമ്മൾ തിരിച്ചു കൊടുത്തു. പിന്നെ പാപ്പുവിന് ഒരു കുപ്പി വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്തു. അങ്ങനെ ഈ ഒരു അല്ലറ ചില്ലറ ഷോപ്പിങ്ങിന് നമുക്ക് അറൌണ്ട് 800 റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് എന്തെങ്കിലും എടുത്തോന്ന് ചോദിച്ചാൽ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ നല്ലൊരു തുകയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലോയൽ വേൾഡ് സൂപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റിലുള്ള ലോയൽ വേൾഡ് മാർക്കറ്റിൽ പോയി. അവിടുന്ന് അമ്മയ്ക്ക് കുറച്ച് പൊട്ട്, എനിക്കൊരു ഐലൈനർ വേണമായിരുന്നു. ചേച്ചിയാണെങ്കിൽ എന്നെ കണ്ട ഉടനെ 1000 രൂപയുടെ വാട്ടർ പ്രൂഫ് ഐലൈനർ കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് റെഗുലർ യൂസ്, ഡെയിലി യൂസിനാണ്, എനിക്ക് നോർമൽ ലാക്മേയുടെ ഐലൈനർ മതിയെന്ന്. പിന്നെ നമ്മൾ അത് വാങ്ങിട്ടോ. പിന്നെ നമ്മൾ വാഷ്റൂമിൽ പോയി ആസ് യൂഷ്വൽ കുറച്ച് മിറർ സെൽഫീസ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ 2nd ഫ്ലോറിലേക്ക് പോയി. അപ്പൊ അവിടെ കണ്ടൊരു കാഴ്ച നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. സെപ്റ്റംബർ 8 to 14
എന്ന് പറയുന്ന ഒരു വീക്ക് ഹൗസ് കീപ്പിംഗ് അപ്രിസിയേഷൻ വീക്കാണ്. അപ്പോൾ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അവിടെ എഴുതി സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ ആണോ പെണ്ണോ എന്ന് എനിക്കറിയില്ല. ഫക്ക് യു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ആരെഴുതിയാലും ദിസ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഇസ് റിയലി ബാഡ് ആൻഡ് ഇറ്റ് ആക്ച്വലി ഷോസ് ഹൗ യു ഗോട്ട് റേസ്ഡ് അപ്പ്. അല്ലെ, നമ്മൾ ഒരാളെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതെ ഇരിക്കാം. ഇത് കണ്ട ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്സിന് എത്ര ഡിസ്റ്റർബിംഗ് ആയിരിക്കും ഇത്. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്.